സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിചിതയായ ഒരു വ്യക്തിയാണ് രേണു സുധി. അന്തരിച്ച ഹാസ്യതാരം കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിലും പിന്നീട് സ്വന്തം വ്യക്തിത്വത്തിലൂടെയും സോഷ്യൽ മീഡിയ ലോകത്ത് ശക്തമായ സാന്നിധ്യമായി മാറിയ വ്യക്തിയാണ് രേണു. കഴിഞ്ഞ കുറേ മാസങ്ങളായി രേണുവിനെ ചുറ്റിപ്പറ്റി നിരവധി വിവാദങ്ങളും ചർച്ചകളും സാമൂഹിക മാധ്യമങ്ങളിൽ നടന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു രേണുവിന് കാൻസർ ബാധിച്ചുവെന്നത്. അന്ന് പലരും അത് സത്യമാണോ വ്യാജമാണോ എന്ന സംശയത്തിലായിരുന്നു. ചില യൂട്യൂബ് ചാനലുകളും സോഷ്യൽ മീഡിയ പേജുകളും രേണുവിന് ബ്രസ്റ്റ് കാൻസറാണെന്നും ചികിത്സയിലാണെന്നും പ്രചരിപ്പിച്ചു. എന്നാൽ അന്ന് രേണു അതിനെ ശക്തമായി നിഷേധിക്കുകയും കാൻസർ പോലുള്ള അസുഖത്തെക്കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് പറയുകയും ചെയ്തിരുന്നു. തനിക്ക് എന്തെങ്കിലും ആരോഗ്യപ്രശ്നമുണ്ടെങ്കിൽ അത് നേരിട്ട് ജനങ്ങളോട് പറയുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ജീവിതം പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ വ്യാജപ്രചാരണമെന്നു കരുതിയിരുന്ന കാര്യം ഇന്ന് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ഒരു അഭിമുഖത്തിൽ ആദ്യമായി തുറന്നു പറഞ്ഞുകൊണ്ട് രേണു സുധി താൻ ബ്രസ്റ്റ് കാൻസറിന്റെ 4ാം ഘട്ടത്തോട് പോരാടുകയാണെന്ന് വെളിപ്പെടുത്തി. ഈ വാർത്ത പുറത്തുവന്നതോടെ സാമൂഹ്യമാധ്യമങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടായത്. കാരണം കുറച്ചുകാലം മുമ്പ് വരെ കാൻസർ വാർത്തകൾ നിഷേധിച്ച വ്യക്തിയാണ് ഇപ്പോൾ രോഗത്തിന്റെ യഥാർത്ഥ അവസ്ഥ തുറന്നു പറഞ്ഞിരിക്കുന്നത്. രേണുവിന്റെ ജീവിതം പരിശോധിച്ചാൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരാളുടെ കഥയാണ് നാം കാണുന്നത്. കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘാതം. ഭർത്താവിന്റെ മരണശേഷം മക്കളുടെ ഉത്തരവാദിത്വവും കുടുംബത്തിന്റെ ഭാവിയും സ്വന്തം ജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യം രേണുവിനുണ്ടായി. ആ സമയത്ത് പലരും തകർന്നുപോകുമായിരുന്നുവെങ്കിലും രേണു പോരാടാൻ തീരുമാനിച്ചു. സമൂഹമാധ്യമങ്ങളെ ആശ്രയിച്ചും വിവിധ പരിപാടികളിൽ പങ്കെടുത്തും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. എന്നാൽ ആ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഓരോ തീരുമാനത്തിനും വിമർശനങ്ങൾ നേരിടേണ്ടിവന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മുതൽ വ്യക്തിപരമായ ജീവിതം വരെ പലരും വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്തു. എങ്കിലും രേണു തന്റെ നിലപാടുകളിൽ ഉറച്ചുനിന്നു. ഇതേ സമയത്താണ് കാൻസറിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഉയർന്നത്. അന്ന് അവയെല്ലാം തള്ളിക്കളഞ്ഞ രേണു പിന്നീട് രോഗനിർണയം സ്ഥിരീകരിക്കപ്പെട്ടപ്പോഴും മാനസികമായി തകരാതെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്രസ്റ്റ് കാൻസർ എന്നത് ലോകമെമ്പാടുമുള്ള സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ കാൻസറുകളിൽ ഒന്നാണ്. എന്നാൽ 4ാം ഘട്ടത്തിലെത്തുമ്പോൾ രോഗം ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടുതന്നെ രോഗം കണ്ടെത്തിയ നിമിഷം മുതൽ രോഗിയുടെയും കുടുംബത്തിന്റെയും ജീവിതം പൂർണ്ണമായും മാറിപ്പോകും. ചികിത്സ, സാമ്പത്തിക ബാധ്യത, മാനസിക സമ്മർദ്ദം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ തുടങ്ങി നിരവധി വെല്ലുവിളികളാണ് മുന്നിൽ വരുന്നത്. രേണു സുധിയുടെ വെളിപ്പെടുത്തൽ നിരവധി ആളുകൾക്ക് ഒരു തിരിച്ചറിവ് കൂടിയായി മാറിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നാം കാണുന്ന സന്തോഷകരമായ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും പിന്നിൽ എത്ര വലിയ പോരാട്ടങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു വ്യക്തി ചിരിക്കുന്നതായി കാണുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കരുതാൻ കഴിയില്ല. ചിലർ ഏറ്റവും വലിയ വേദനകൾ പോലും ഒരു പുഞ്ചിരിയുടെ പിന്നിൽ മറയ്ക്കാറുണ്ട്. രോഗവിവരം പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് രേണുവിന് പിന്തുണയുമായി രംഗത്തെത്തിയത്. ആരാധകരും സഹപ്രവർത്തകരും സാധാരണ ജനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആശംസകളും പ്രാർത്ഥനകളും പങ്കുവയ്ക്കുകയാണ്. പലരും അവരുടെ പോരാട്ടവീര്യത്തെ അഭിനന്ദിക്കുകയും ഈ വെല്ലുവിളിയെയും അവർ അതിജീവിക്കുമെന്ന് പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ സംഭവത്തിൽ മറ്റൊരു പ്രധാന പാഠമുണ്ട്. ഒരു വ്യക്തിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്ഥിരീകരിക്കാതെ പ്രചരിപ്പിക്കുന്നത് എത്ര അപകടകരമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മുമ്പ് കാൻസർ വാർത്തകൾ പ്രചരിച്ചപ്പോൾ പലരും അത് ഗോസിപ്പായി കണ്ടിരുന്നു. എന്നാൽ പിന്നീട് യാഥാർത്ഥ്യം പുറത്തുവന്നപ്പോൾ അതിന്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടുതന്നെ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കുന്നതിന് മുമ്പ് അവയുടെ സത്യാവസ്ഥ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് രേണു സുധിയുടെ ജീവിതം മറ്റൊരു വലിയ പരീക്ഷണഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. എന്നാൽ ഇതുവരെ ജീവിതത്തിൽ നേരിട്ട എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചതുപോലെ ഈ പോരാട്ടവും അവർ ശക്തമായി നേരിടുമെന്നാണ് പലരും വിശ്വസിക്കുന്നത്. കൊല്ലം സുധിയുടെ ഓർമ്മകളും മക്കളുടെ ഭാവിയും ജീവിതത്തോടുള്ള പ്രതീക്ഷയും അവർക്ക് മുന്നോട്ടു പോകാനുള്ള ശക്തിയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇന്ന് കൂടുതലും. ജീവിതം എത്ര അനിശ്ചിതമാണെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു വാർത്ത കൂടിയാണിത്. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് നമ്മോടൊപ്പം ഉള്ളവരെ സ്നേഹിക്കുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. ഇന്ന് രേണു സുധിക്കായി ഉയരുന്ന പ്രാർത്ഥനകൾ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, കാൻസറിനോട് പോരാടുന്ന ഓരോ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്.